എത്ര നേരമായി ഞാൻ വിളിക്കുന്നത്. ഇത് എവിടെയെന്നും പറഞ്ഞ് നോക്കും. ഇതിപ്പോൾ എവിടെയെന്നും പറഞ്ഞു ഞാനൊന്നും സമയത്തിന് വിളിച്ചാൽ കിട്ടേയില്ല. ഒരാവശ്യത്തിനല്ലേ വിളിക്കുന്നത്, രാത്രി ആവുകയും ചെയ്തു. ഷെടാ, ഇതിനിപ്പോൾ എങ്ങോട്ട് പോകാനാണ്? എന്തായാലും നോക്കാം. അല്ലേ വേണ്ട, അങ്ങോട്ട് പോവാം. ഹലോ, താനിത് എവിടെയാണ്? ഞാനപ്പോൾ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ നിങ്ങൾ അന്വേഷിച്ച് വന്നതാണ്. ഞാനിപ്പോൾ ഈ മൂന്നും കൂടിയ മുക്കിൽ നിൽപ്പുണ്ട്. എങ്ങോട്ടാണ് പോകേണ്ടത് ഇനി? റൈറ്റിലോട്ട് വന്നിട്ട് ഫ്രണ്ടിലോട്ട്. അപ്പോൾ നിങ്ങളവിടെ വെയിറ്റ് ചെയ്യും, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. റൈറ്റിൽ നിന്ന് വന്നിട്ട് ഫ്രണ്ട്. ഇതെന്തോ 3-4 ദിവസം ആയില്ല കറങ്ങി. ഇനി അങ്ങോട്ട് പോണ്ട. ഞാൻ ബ്രോക്കർ. നിങ്ങൾ എവിടെ പോയി കിടക്കരുത്തരുന്നേരം? കുറച്ച് ലൈറ്റായി പോയി. ഇതാണോ ഈ പറഞ്ഞ വീട്? 2 പേരെ കൊണ്ട് കാണിച്ചു, പക്ഷെ ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നല്ല വീടാണ്. സാറേ വാ, നമുക്ക് ഡീൽ ചെയ്യാം. അല്ല, ഇത് എത്ര നാളായിട്ട് ഇങ്ങനെ കിടക്കുന്നത്? എത്ര രൂപയ്ക്കാണെങ്കിൽ ഇത് കൊടുക്കും? നമുക്ക് അഡ്വാൻസ് കൊടുത്തിട്ടിരിക്കാം. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാവും? എന്നാലും ഇപ്പോൾ കുറച്ച് ടൈറ്റാണ്. സാറ് വിചാരിച്ചാൽ നടക്കും. സാറിന് വേണ്ടി പറഞ്ഞു വെച്ചിന് വീടാണ്. ഇതുപോലൊരു വീടിപ്പോൾ വാങ്ങിക്കണമെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുക്കണം. പിന്നെ അതിൻ്റെ നൂലാമാലകൾ. അത് മാത്രമല്ല, ഇതിനിപ്പോൾ നിങ്ങൾക്കുള്ള ബ്രോക്കർ ഫീസ് തരണം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അമ്മയ്ക്കും ഭാര്യയ്ക്കും മോനും ഒക്കെ ഇഷ്ടപ്പെടുന്നു. പിന്നെയാണ് ഈ ലോണിൻ്റെ കേസൊക്കെ പറഞ്ഞത്. ഈ കള്ള പാർട്ടിക്കാർക്ക് വരെ വല്ലതും കൊടുത്താലേ ലോണവന്മാർ പാസ്സാക്കും. പിന്നെ മെയിനായിട്ടുള്ള പ്രശ്നം സാമ്പത്തികം. ഈ കമ്പനിയിലൊക്കെ ജോലി ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, വലിയ മെച്ചമുള്ള പൈസയൊന്നും കിട്ടാനില്ല. പിന്നെ ഈ കമ്പനിയിലെ ജോലിയിലെ ശമ്പളത്തിൽ ഇതെല്ലാം അടച്ചു തീർക്കണം. എല്ലാം കൂടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് മാക്സിമം ഇത് നിങ്ങൾ എനിക്ക് വില കുറച്ച് വാങ്ങിച്ചു തരണം. നമുക്ക് ശരിയാക്കാം. നാളെ ഞാൻ ഇങ്ങോട്ടൊന്ന് വരാം. ഈ വീടിൻ്റെ പ്രമാണമൊക്കെ ഒന്ന് എനിക്ക് നോക്കണം. നാളെ രാവിലെ ഒരു 10 മണിക്ക് വാ. ഒരു 10-10:15 ഞാൻ മതി. ഇത് ആര് വീടാരെ? ഇത് വട്ടപ്പാറ ഉദുമോടുള്ള രാജേശ്വരൻ്റെ വീട്. ഓഹോ, എനിക്ക് വലിയ പിടുത്തമില്ല. എന്തോ ഒരു സൗണ്ട് കേട്ടോലെ തോന്നിയില്ലേ? ഒന്നുമില്ല, തോന്നിയതായിരിക്കും. മേടിച്ചു വരടേ. ആരുടെ നീ? നിനക്കറിയടേ? എൻ്റെ അനിയനാ? നീ എന്താടെ താമസിച്ചത്? നേരത്തെ വരാത്തത്? അല്ല, മഴയായിരുന്നു. അപ്പം പിന്നെ അങ്ങ് താമസിച്ചു. കൊള്ളാം. സൊസൈറ്റിയിൽ ആരെങ്കിലും നിനക്ക് പരിചയം ഉണ്ടാടേ? എനിക്കൊന്നും നിനക്ക് ആരെങ്കിലും പരിചയം ഉണ്ടോ? ഇല്ല.
അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിയ ഒരു മിനിറ്റ് കോൾ വരണം. ഹലോ, സാധനം എല്ലാം ഞാൻ വാങ്ങിച്ചു. അതെല്ലാം വണ്ടിക്കകത്ത് കാറിനകത്ത് കിടപ്പുണ്ട്. ആ ഓ ശരി ശരി, എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ശരി. ഈ ഞാൻ കാറിലാണോ വന്നത്? ഞാൻ നടന്നില്ലേ വന്നു? ആ ഇപ്പോൾ തോന്നിയതായി. ഡേയ്, ഡേയ്, നീക്ക് എവിടാ? നേരത്തെ എനിക്കിതിങ്ങനെ സംഭവിച്ചല്ലേ? അവന്മാരൊക്കെ ഇതെവിടെ? ഒരുത്തിനെ കാണാനുമില്ല. ഞാൻ എന്നെ ഇവിടെ കണ്ടതാണില്ല. അവന്മാരെ ഇപ്പം ഇവിടെ കാണാനില്ല. ഇവിടെ പോയി. എനിക്ക് മാത്രം എന്തിങ്ങനെ? എന്തു പറ്റി? ഇത് ഞാൻ ഇന്നലെ ഇവിടെ വന്നതാണല്ല. അവന്മാരും ഉണ്ടായിരുന്നില്ല. ഇനി സ്വപ്നമാണോ ഇനി? വാഹന അപകടം. 3 പേർ അതീവ ഗുരുതാവസ്ഥയിൽ. 3 പേരും വെന്റിലേറ്ററിലാണ്. ഇന്നലെ രാത്രി 8 മണി. യാതൊരു മാറ്റവുമില്ല. അവന്മാർ രണ്ടും നേരത്തെ പോയി. നമുക്കും പോവാം. വാ.